सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः। Shri Abraham Chako, CEO and MD, Kuimutal Cells. വർഷങ്ങളായുള്ള ബിസിനസ് രംഗത്തെ അനുഭവ സമ്പത്തുണ്ട്. Congratulates ശ്രീമതി ജിജു ജോസഫ് on her commendable journey. സംരംഭക എന്ന നിലയ്ക്കാണ് അംഗീകാരം. അങ്ങനെ ഒരു പോസിറ്റീവ് ലിസ്റ്റിന് മാത്രമേ സംരംഭകത്തിലേക്ക് കാലെടുത്തേക്കാനായി സാധിക്കൂ. We wish you many more such laurels in your journey ahead. जो बातें कही जाती है वो कहीं भी जा सकती है अगर माध्यम सही हो. ആദ്യം തൃശ്ശൂരിന്റെ പ്രഥമ പൗരൻ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയത്. ഈ ഇങ്ങനെയൊരു ചടങ്ങ് സത്യത്തിൽ ഒരു സ്വീകരണത്തിന്റെയും കൂടി സ്വഭാവവും ചേർത്ത് ജൂലൈ മാസത്തിൽ തീരുമാനിച്ച് വളരെ ഊർജ്ജസ്വലതയോടെ തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പൂർവ്വ സെക്രട്ടറി ദിവംഗതനായ ശ്രീ ജി ജോർജ്, അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ നോട്ട് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ പേരിൽ തൃശൂരിലെ ജനത ഒരു തീരുമാനം കുറിച്ചപ്പോൾ ഉണ്ടായ വിപ്ലവാത്മകമായ ഒരു വിളംബരം ജൂൺ 4-ാം തീയതി ഉണ്ടായെങ്കിൽ അതിന് ഞാൻ തൃശൂർ ഒഴിച്ച് ബാക്കി എല്ലായിടങ്ങളിലും പോയി തൃശൂർക്കാർക്ക് കേരളത്തിന്റെ പേരിലും ഭാരതത്തിലെ നരേന്ദ്രമോദി ഭരണത്തിന്റെ പേരിലും നന്ദി നിരന്തരം അർപ്പിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ജൂലൈയിൽ നടക്കേണ്ട ഒരു ചടങ്ങ് ഓഗസ്റ്റിന്റെ അവസാനം നടക്കുമ്പോൾ ഇനിയും ആ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല എന്ന വ്യക്തമായ ബോധ്യമുണ്ട്. ഇനി നന്ദി സൂചകമായി ഇത്രയും കാലം ഓരോ 5 വർഷവും എന്ത് സംഭവിച്ചില്ലായോ അതിന് പ്രതിവിധി എന്നോണം നടപടി എന്നോണം ഒരുപക്ഷെ തൃശൂർക്കാരുടെ നവസ്വപ്നം എന്താണ്, ആ കാലത്തൊക്കെ കണ്ടിരുന്ന സ്വപ്നം സാധിച്ചു തരുന്നത് ഒരു മുദ്രയും ചാർത്താൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതല്ലാതെ ഇന്നത്തെ രീതി, അതിനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൃശൂരിന്റെ റെയിൽ സംവിധാനത്തിന് ഞാൻ സത്യത്തിൽ വിഭാവനം ചെയ്തത് അടുത്ത 25 വർഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ 50 വർഷത്തേക്കെങ്കിലുമുള്ള ഒരു റെയിൽ വികസനം തൃശൂരിന്റെ പട്ടണത്തിൽ. ഇവിടെ നടക്കുന്ന യാത്രാ സൗകര്യം, പാസഞ്ചർ സൗകര്യം മാത്രമല്ല, തൃശൂര് സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ വ്യാവസായികമായ വലിയ മുന്നേറ്റം ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന തൃശൂർ പൂരം പോലെയുള്ള, അമ്പ് പെരുന്നാൾ പോലെയുള്ള ഒരുപാട് ആഘോഷങ്ങൾ, ഭക്തി നിർഭരമായ ആഘോഷങ്ങൾ പോലും ഒരുപക്ഷെ ഈ ജില്ലയുടെയും ഈ സംസ്ഥാനത്തിന്റെയും തന്നെ വെറ്റുവരുമാന ശേഖരത്തിലേക്ക് ചെന്ന് ചേർക്കുന്ന ഒരു ക്വാണ്ടം എത്രയാണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാരേക്കാൾ കൂടുതൽ വേറെ ആരും അറിയേണ്ടതില്ല. അപ്പോ അതിനെ സൗകര്യപ്പെടുത്തുന്ന തരത്തിൽ ഇത് ക്രയവിക്രയത്തിന് ഒരു സഞ്ചയം വന്നു പോകേണ്ടതും ആവശ്യമാണ്. അപ്പൊ സൗകര്യപൂർണമായ ഒരു ജനസഞ്ചയത്തിന് അവരുടെ ഒരു കമ്മ്യൂട്ടിംഗ് സാധ്യതകളുടെ അത് അനന്ത സാധ്യതയായിരിക്കണമെന്ന് ആഗ്രഹിച്ചതിൽ 25 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 50 വർഷത്തേക്കുള്ള അടുത്ത തൃശൂരിന്റെ റെയിൽ വികസനമെന്ന് വിചാരിച്ചെടുത്ത് എന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞത് ലെറ്റ് us make it
ഫോർ ദ നെക്സ്റ്റ് 100 years എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ 3 പ്ലാനുകൾ തയ്യാറാക്കിയത് കഴിഞ്ഞ 4 ദിവസം മുമ്പ് റെയിൽവേ മന്ത്രി ബഹുമാനീയനായ അശ്വിനി വൈഷ്ണവിന്റെ സാന്നിധ്യത്തിൽ ഒരു 3D വാക്ക് ത്രൂ ഞങ്ങൾക്ക് സാധ്യമായില്ല. പക്ഷെ ഒരു 2D ഡെമോൺസ്ട്രേഷൻ വളരെ വിപുലമായി തന്നെ കണ്ടതിൽ ഞാൻ നല്ലവണ്ണം അന്താളിച്ചിരിക്കുകയാണ്. ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു വേർഷനുമുണ്ട്. പക്ഷെ തൃശൂരിന്റെ തനത് അല്ലെങ്കിൽ കേരളത്തിന്റെ തനത് ആർക്കിടെക്ചർ കൂടി ആവാഹിച്ചെടുത്തുകൊണ്ടുള്ള ഒരു സ്ട്രക്ചറുമുണ്ട്. അതിനകത്താണ് കൺവീനിയൻസ് കൂടുതലുള്ളത്. പക്ഷെ ഒരു എയർപോർട്ടിന് സമാനമായ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന കാഴ്ച 2ാമത്തെ ഓപ്ഷനിലാണുള്ളത്. 3ാമത്തെ ഓപ്ഷൻ പാടെ ഞങ്ങൾ രണ്ടുപേരും വേണ്ടാന്ന് വെച്ചു. ഇതിന്റെ ഡിസൈനേഴ്സും ആർക്കിടെക്ട്സും സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സും ഇതിന്റെ പാത്വേസ് ഡെമോൺസ്ട്രേഷൻ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ 2 ഓപ്ഷൻസ് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞാൻ ബഹുമാനീയനായ റെയിൽവേ മന്ത്രിയോട് പറഞ്ഞത്, എനിക്കിത് തൃശൂർക്കാര് കാണുന്നതിന് മുമ്പ് ഇവിടുത്തെ മേയറും ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളുന്ന പ്രദേശത്തിന്റെ MLA, അവിടുത്തെ കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ തൃശൂരിന്റെ ചാർജ് കേരളത്തിൽ കൊടുത്തിരിക്കുന്ന ഇവിടുത്തെ തന്നെ മന്ത്രി ശ്രീ രാജൻ, ഇവരെയെല്ലാം ഒത്തുകൂട്ടി ഇതിന്റെ ഒരു 3D വാക്ക് ത്രൂ അതിന്റെ നിർമ്മാണത്തിലിരിക്കുകയാണ്. 31-ാം തീയതി ലഭിക്കുകയാണെങ്കിൽ പാലക്കാട് DRM, തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ഇവരെല്ലാം ചേർന്ന് ഈ മഹാന്മാരെ എല്ലാം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷനും ഒരു പ്രസന്റേഷൻ ബ്രീഫിംഗ് എല്ലാം ഉണ്ടാവും. ആ 2 ഓപ്ഷനിൽ നിന്നൊന്ന് തെരഞ്ഞെടുത്താൽ ഈ വർഷം അവസാനത്തിനുള്ളിൽ, ചിലപ്പോൾ നവംബറിലോ മറ്റോ തുടങ്ങി വെക്കാൻ കഴിയും എന്നുള്ള, ഇത് സാധ്യമായി വരുമ്പോഴുള്ള നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരാൻ പോകുന്ന ഒരു ആരവം എനിക്കിപ്പോ സങ്കല്പത്തിൽ അനുഭവിച്ച് സുഖിക്കാൻ സാധിക്കുന്നുണ്ട് എന്നേ ഞാൻ പറയും. കാരണം അത്രയും കോരിത്തരപ്പിലാണ് അങ്ങനെ ഒരു സംഭവം. ഇത് ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഗുഡ്സ് ലോഡിംഗ് അൺലോഡിംഗ് ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ ന്യൂനതകൾ, അത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്, പെട്ടെന്ന് 2014 ശേഷം ഉണ്ടായതല്ല. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അറിയിച്ച് ഇതിനുടനെ പരിഹാരം കാണണമെന്ന് പറഞ്ഞ് ശ്രീ ജലീലൊക്കെ എന്നെ ഈ വിവരങ്ങൾ അറിയിച്ചപ്പോ DRM പറഞ്ഞത്, ഇത് പൂർണ്ണമായ രീതിയിൽ ഒരു പുതു നിർമ്മാണം വരുമ്പോൾ ഇപ്പൊ താൽക്കാലികമായി നമ്മൾ എന്ത് പണം ചെലവാക്കി ഒട്ടും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ടെമ്പററി വികസനം കൊണ്ടുവന്നാൽ അത് നമ്മൾ നശിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ സഹിക്കണം. ഏതാണ്ട് 2-2.5 വർഷക്കാലം കൊണ്ട് ഇത് സാധ്യമാക്കി. കാരണം ഈ സിസ്റ്റം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ റെയിൽവേ സ്റ്റേഷൻ സമ്മാനിക്കാൻ സാധിക്കണം. 2 ലെയറിലാണ് സ്റ്റേഷൻ വരുന്നത്. എയർപോർട്ടിലെയൊക്കെ പോലെ തന്നെ അറൈവലിന് ഗ്രൗണ്ട് പ്ലാറ്റ്ഫോമും ഫസ്റ്റ് ഫ്ലോറിലാണ് ഡിപ്പാർച്ചറിനുള്ള പ്ലാറ്റ്ഫോമും വരുന്നത്. ഇത്രയും ഞാനിപ്പോ പറയുന്നു. ഒരു 3D വാക്ക് ത്രൂ വന്നു കഴിയുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് ഉത്തരവാദപ്പെട്ട കസേരകളിൽ ഇരിക്കുന്നവർ അവരുടെ സമ്മതത്തോടുകൂടി ഒരു പ്ലാൻ അപ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് തൃശൂർക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു MP എന്ന നിലയ്ക്കല്ല, ഒരു MP ആക്കിയതിന്റെ പേരിൽ നിങ്ങൾക്കൊരു മന്ത്രിയിലൂടെ ലഭിക്കാൻ പോകുന്ന കേരളത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ വളരെ വ്യക്തമായി സന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴും ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവും, റെയിൽവേ സ്റ്റേഷൻ 300 കോടിക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു, എല്ലാം ജനങ്ങൾ ഹാപ്പിയായി എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ആ ചോദിക്കുന്നവരെ ഒന്നും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ടാർഗറ്റേ അല്ല.
പൂരത്തിനെ സംബന്ധിച്ചത് ചോദിച്ചു. പൂരത്തിനെ സംബന്ധിച്ചും എനിക്ക് തോന്നിയത് കോടതിയെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് കഴിഞ്ഞ തവണ നടന്ന ഒരു ലാത്തി ചാർജ് പോലും കോടതിക്ക് വ്യക്തമായ ബോധ്യം വരുത്താത്തതിന്റെ പേരിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കോടതിയെ കൃത്യമായ ഇഞ്ച് കണക്കും മില്ലിമീറ്റർ കണക്കും ധരിപ്പിച്ചാൽ കോടതി ഇതിന് പൂർണ്ണ മനസ്സോടെ അനുമതി നൽകുന്ന ഒരു പശ്ചാത്തലം ഇപ്പോ അളവുകളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി. അത് ഇവിടുത്തെ ADM-ന് അറിയാം, കളക്ടർക്ക് അറിയാം, കമ്മീഷണർക്കും അറിയാം. നമുക്ക് നിയമങ്ങളോ അല്ലെങ്കിൽ നിയമം വഴി വരുന്ന നിർദ്ദേശങ്ങളോ ഒന്നും ഉരുക്ക് കോട്ടകളോ അല്ലെങ്കിൽ പാറക്കെട്ടുകളോ അല്ല. ഇതെല്ലാം അലിവുള്ള ഗേഹങ്ങളാണ്. നമുക്ക് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള വിവരശേഖരണത്തിന്റെ പാതയിൽ ശിവകാശിയിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം പെസോയുമായി ചേർന്ന് അത് പൂരപ്പറമ്പിൽ വന്ന് അവസാനിച്ചിരിക്കുന്നു. വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. 100 മീറ്റർ എന്ന് പറയുന്നത് രണ്ടാമത്തെ വെടിക്കെട്ട് ആരംഭിക്കുമ്പോൾ ഏതാണ്ട് 500 മീറ്റർ ദൂരെ നിർത്തുകയാണെന്ന് പറയുന്ന ഒരു വലിയ അധർമ്മം ഇത്രയും കാലം സംഭവിച്ചിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങളൊക്കെ വന്നതിന് ശേഷം അതിലൊക്കെ വലിയ മാറ്റം കൊണ്ടുവരാം. ഞാൻ കണ്ടിട്ടുള്ള എന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോലും ഒരു 4-5 തല്ലും വെട്ടും കുത്തുമെങ്കിലും ഈ ഉത്സവപ്പറമ്പിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് തടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ടച്ച്വുഡ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു ചെറിയ പിണക്കം തീർക്കുന്ന വേദിയാണ് പൂരപ്പറമ്പെന്ന് പറയുന്നത്. ഒരു തല്ലും വെട്ടും കുത്തും ഇല്ലാതെ അത് കാക്കിയിട്ടവൻ കഴിഞ്ഞ പ്രാവശ്യം തല്ലി ഓടിച്ചതൊഴിച്ചാൽ അങ്ങനെ ഒരു അസ്വാരസ്യങ്ങളുമില്ലാത്ത വലിയ ഒരു മാനസികതയുള്ള ഉത്സവമാണ് തൃശൂർ പൂരം. അത് അതിഭംഗിയായി അതിഗംഭീരമായി അടുത്ത വർഷം അതിന്റെ അടുത്ത പടി കടന്ന് ഉള്ള പ്രകടനവും വരും വർഷങ്ങളിൽ ഇത് ഒരുപാട് റിഫൈൻ ചെയ്ത് ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും ഉഗ്രമായ ഉത്സവമായിട്ട് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമുണ്ടാവും. ഏങ്ങണ്ടിയൂർ ഭാഗത്ത് ഇലക്ഷൻ പ്രചരണത്തിന് പോയി ഒരുപാട് തവണ ആ പ്രദേശത്തോട് പോയപ്പോൾ കണ്ട ഒരു ടെറൈനുണ്ട്. ആ ടെറൈനിൽ ഒരുപക്ഷെ ലാൻഡ് ഓണേഴ്സിന് അതിനി അഴുകാൻ വേണ്ടി വിട്ടുകൊടുക്കാം എന്ന് ഭൂമി മലയാളം അവസാനിക്കുന്നത് വരെ അങ്ങനെ ഒരു നിലപാടിൽ അതിന് സർക്കാരിന് അടയ്ക്കേണ്ട പറ്റിചിട്ടിയായാലും അതിന്റെ ചുങ്കമായാലും എല്ലാം മറ്റേതെങ്കിലും വിറ്റ് വരുമാനത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കി അടയ്ക്കേണ്ടി വരുന്ന ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിന് ഒരു മാംഗ്രോവ് ടൂറിസം എന്ന് പറയുന്ന മാംഗ്രോവ് ആയുർവേദിക് ടൂറിസം എന്ന് പറയുന്ന കമ്പോണന്റ് അന്ന് ഞാൻ എന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ്. അതിന്റെ നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അത് ഇവിടെ തൃശ്ശൂര് തന്നെയുള്ള ആയുർവേദത്തിന്റെ ശുദ്ധ ആയുർവേദത്തിന്റെ വക്താക്കളെ വിളിച്ച് 2 റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഏങ്ങണ്ടിയൂർ ഭാഗത്തുള്ളവർ മനസ്സ് വെച്ച് ഒരു അതിമോഹങ്ങളൊന്നുമില്ലാതെ ഇൻവെസ്റ്റേഴ്സായിട്ട് ഈ സമ്പ്രദായത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ പഴമയുടെ ആയുർവേദം അതിന്റെ അന്തസ്സും അതിന്റെ സത്തയും ചോർന്നു പോകാതെ നമുക്ക് ലോകത്തിന് സമ്മാനിക്കാൻ ഒരു വേദിയൊരുങ്ങും. അതിന് തൃശൂർ ജില്ല കാരണമാകും എന്നുള്ളത് വലിയ സന്തോഷത്തിന് വക നൽകുന്ന കാര്യമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. സംബന്ധിച്ച് സ്വാമി പറഞ്ഞപ്പോൾ മെട്രോ എന്ന് പറഞ്ഞില്ല. കോയമ്പത്തൂർ വരെയുള്ള എക്സ്റ്റൻഷൻ റെയിലിന്റെ എന്ന് പറഞ്ഞു. അത് ഇതാണ് സ്വാമി ഉദ്ദേശിച്ചത്. അതാണ്. അപ്പൊ മെട്രോ റെയിലിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് 2019 ഞാൻ ലോക്സഭാ ഇലക്ഷന് നിൽക്കാൻ വന്നപ്പോൾ ഞാനന്ന് ചോദിച്ചതാണ്, ഇത് എന്തുകൊണ്ട് ഡൽഹി മെട്രോ എന്ന് പറയുന്നത് ഇപ്പോ ഡൽഹി അടക്കം 3 സംസ്ഥാനങ്ങളിലാണ് പോകുന്നത്. നോയിഡ വഴി അങ്ങ് ഹരിയാനയ്ക്കും പോകുന്നുണ്ട്. UP ഹരിയാനയുടെ ഏതാണ്ട് അവസാനത്തെ ബോർഡർ വരെയുള്ള അങ്ങേ അറ്റത്തെ ബോർഡർ വരെയുള്ള ചില സെക്ടേഴ്സിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അമെന്റ്മെന്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഡൽഹി മെട്രോ എന്ന് പറയുന്ന മേജർ ഇൻസ്റ്റലേഷന്റെ പൂർണ്ണമായ ചൂഷണത്തിന് വേണ്ടി
അതിന്റെ പാതകൾ ഇങ്ങനെ ചിന്താഗതിയിലൂടെ സഞ്ചരിച്ചു പോയി സാധ്യമാക്കി വന്നതിന്റെ ലാഭമാണ് ഡൽഹി മെട്രോ ഉണ്ടാക്കുന്നത്. ആലുവയിലൊന്നും ആരും പാലക്കാട് നിന്ന് വണ്ടി ഓടിച്ചു കൊണ്ടുചെന്ന് ആലുവയിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പാർക്ക് ചെയ്ത് മെട്രോയിൽ കയറി മ്യൂസിയം കാണാൻ പോകുന്നത് പോലെ ആരും മെട്രോയിൽ കയറി എറണാകുളം പട്ടണത്തിലേക്ക് പോകത്തില്ല. മെട്രോയുടെ ഇൻസെപ്ഷന്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു? പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം. കേരളത്തിൽ ഒരുപക്ഷെ ഡൽഹിക്ക് സമാനമായ എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ ഒരു ത്രെറ്റ് എന്ന് പറഞ്ഞ് വന്നപ്പോ വണ്ടികൾ, ഒരുപാട് കാറുകളും ബസ്സുകളും ഓട്ടോറിക്ഷയും ഒക്കെ, ടൂ വീലേഴ്സ്, ഇതിങ്ങനെ ഓടുന്നതിന്റെ പശ്ചാത്തലം മൾട്ടി വെഹിക്കിൾ ട്രാൻസ്പോർട്ട് സ്ട്രക്ചറിനെ ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്മ്യൂട്ടിംഗ് സിസ്റ്റം എന്ന നിലയ്ക്ക് ഇൻട്രാസിറ്റി. അത് ഡൽഹി ഇന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഇന്റർസിറ്റി ആൻഡ് നൗ ഫർദർ റഷിംഗ് അപ് ടു ഇന്റർസ്റ്റേറ്റ് കമ്മ്യൂട്ടിംഗ് സിസ്റ്റം കോൾഡ് മെട്രോ. മെട്രോ എന്ന് പറയുന്ന കോൺസെപ്ച്വലി അതൊരു സിറ്റിക്കകത്ത് മാത്രമുള്ള യാത്രാ സൗകര്യത്തിനാണ്. പക്ഷെ നമുക്ക് കൊച്ചി കൊണ്ട് തന്നെ അതിനെ ലാഭകരമാക്കാൻ സാധിക്കുന്നില്ല. കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവർ പാലക്കാടെങ്കിലും കൊണ്ടുവന്ന് കാറുകൾ പാർക്ക് ചെയ്ത് അതിനും ചില സംവിധാനങ്ങളൊക്കെ ഒരുങ്ങി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ മെട്രോയുടെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അതിപ്പോഴത്തെ കണ്ടീഷനിൽ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതങ്ങ് വെച്ച് കെട്ടി പോകാനൊക്കത്തില്ല, അതിന്റെ അങ്ങേയറ്റം വരെ പരിശ്രമിക്കും എന്നുള്ളത് ഞാൻ തൃശ്ശൂരുകാരെ അറിയിക്കുകയാണ്. ശക്തമായ പരിശ്രമം അതിനുവേണ്ടി ഉണ്ടാവും, സാധ്യമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു സോഫ്റ്റ്വെയർ സിറ്റി എന്ന് പറയുന്നത് വലിയ ആഗ്രഹമാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഇത് എല്ലായിടത്തും ഉണ്ടാവണ്ട. നമുക്ക് റെയിൽ കണക്ടിവിറ്റി, ഒരുപക്ഷെ ഇവിടെയുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് കൊച്ചി വരെ ഒരു സ്ട്രോങ് കണക്ടിവിറ്റി ഉണ്ടായാൽ പോലും അത് വലിയ സൗകര്യങ്ങൾ സൃഷ്ടിക്കും. ഞാൻ മൊത്തം ഒരു MP-യുടെ പദ്ധതികളൊന്നും ഇവിടെ അങ്ങോട്ടൊരു ലേ ഔട്ട് ഞാൻ പ്രസന്റ് ചെയ്യുന്നതല്ല. കായംകുളത്ത് നിന്ന് ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് ഒരു പാരലൽ ലൈൻ വന്ന അതേ സംവിധാനത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ബൈഫക്കേറ്റ് ചെയ്ത് ഗുരുവായൂർ വഴി പൊന്നാനി തിരൂരിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാരലൽ ലൈനിന്റെ പ്രപ്പോസൽ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് നടന്ന മീറ്റിംഗിൽ അപ്രൂവലിന് വേണ്ടി കൊടുത്തു. ആ കോൺസെപ്റ്റ് പ്രധാനമന്ത്രി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ശ്രീ അശ്വിനി വൈഷ്ണവാണ് സാധിച്ചത്. അത് സർവേക്കിടാൻ വേണ്ടി അനുവാദവും കൊടുത്തു, ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൊത്തം തൃശ്ശൂരിന്റെ ഒരു തിക്കെന്ന് പറയുന്നത്, നമുക്ക് ഈ പറയുന്ന പുഴയ്ക്കൽ പാടം വഴിയുള്ള യാത്രാ ക്ലേശം ഇതെല്ലാം പറയുന്നുണ്ട്. ആ റോഡിനൊക്കെയുള്ള പൈസ നേരത്തെ കൊടുത്തിട്ടുണ്ട് സ്വാമി. അത് ബാലേന്ദ്രൻ സാറിനറിയാം. അത് നമ്മുടെ ഈ ഫ്ലഡിന് ശേഷം വന്ന ചില റോഡുകളുടെ ഒരു വെള്ളപ്പൊക്കം വന്നാലും ഒരു ഭൂമി കുലുക്കം വന്നാലും നശിക്കരുതെന്ന് പറഞ്ഞിട്ട് കോൺക്രീറ്റ് റോഡ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ടുകളെല്ലാം അലോട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. കോൺട്രാക്ടേഴ്സ് പലരും പണിമുടക്കി. അതെന്തുകൊണ്ട് അവർ പണിമുടക്കി എന്നുള്ളത് ഇവിടുത്തെ MLA-മാരും ഇവിടുത്തെ മന്ത്രിമാരും അന്വേഷിച്ച് അവരെ തിരിച്ച് അതിന്റെ പണി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരണം. ഇത് കേന്ദ്ര സർക്കാർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ യാത്രാ ദുരിതം ഒന്ന് ഈസ് ഔട്ട് ചെയ്താൽ തന്നെ ജീവിതത്തിനുള്ള ബ്രീത് ഈസിയിലേക്ക് അത് കടന്നു ചെല്ലും. ഒരുപാട് സ്ഥാപനങ്ങൾ വരണം. കേരള സർക്കാർ ടൂറിസം വകുപ്പ് അകമഴിഞ്ഞ് പിന്തുണ ഏകുകയാണെങ്കിൽ വലിയ 2 സ്ഥാപനങ്ങൾക്കുള്ള, അതിപ്പോ ഞാൻ പറഞ്ഞു പിന്നെ അത് നടന്നില്ലല്ലോ എന്ന് പറയാനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല, നടത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പുതിയ സൂ വരുന്ന സ്ഥലത്ത് അങ്ങനെയുണ്ടെങ്കിൽ 2 ഇന്റർനാഷണൽ സിഗ്നേച്ചേഴ്സ് അവിടെ നാട്ടാനുള്ള സാധ്യതകളും ഉയർന്നു വരുന്നുണ്ട്. ഒരു വിസ്ഡം സിറ്റി, ഇതൊക്കെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ തന്നെയാണ്. അതിപ്പോഴുമുണ്ട്. ഇതിനെല്ലാം പരിശ്രമം ഉണ്ടാകും. എന്തായാലും
കഴിഞ്ഞ ഒരു 5 വർഷവും പോലെ ആയിരിക്കില്ല എന്ന ഉറച്ച വാക്ക് ഞാൻ തരുന്നു. ഒരു 5 വർഷവും നിങ്ങൾക്ക് ലഭ്യമാക്കാത്തതുപോലെ ആവില്ല. ഈ 5 വർഷം ഗണ്യമായ മാറ്റം കൊണ്ടുവരുമെന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് വേറെ ഒന്നും എനിക്കിവിടെ സംസാരിക്കാൻ തോന്നുന്നില്ല. ശ്രീ ജി ജോർജ് നേരത്തെ എനിക്കറിയാമായിരുന്നു. ജലീലും സുഹൃത്തുക്കളൊക്കെയാണ് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം എനിക്കുള്ള ഒരു സ്വീകരണത്തിന് വേണ്ടിയൊക്കെ വ്യാപൃതമായി പണിയെടുക്കുന്നത് കൂടി അദ്ദേഹത്തിന് ഒരു സ്ട്രെസ് വന്നു എന്നുള്ളതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. പ്രാർത്ഥിക്കാനേ സാധിക്കുന്നുള്ളൂ. ആ കുടുംബത്തിന്റെ വേദനയിലൂടെ ഏൽക്കേണ്ടി വന്ന ആഘാതത്തിന് വേഗം മങ്ങലുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ വാലഡിക്ടറി അസംബ്ലി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹം, നന്ദി, നമസ്കാരം.